ദേവേട്ടാ, അവൻ അവിടെ തന്നെ ഉണ്ടാവല്ലോ? അതെ വൈദേ, ഇന്ന് അവൻ എന്റെ കൈ കിട്ടിയ ശാന്തമ്മേ, മോളെ ശാന്തമ്മേ, നീ ഇതിനകത്ത് തന്നെ ഇരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഞാനും വരുന്നു ഏട്ടാ, ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ പേടിയാ. ആ ശരി, നീയും വാ. കിളവൻ എത്തിയും തോന്നുന്നു. കുറച്ചു നേരം അവരായിട്ട് കളിപ്പിക്ക. നീ പൊയ്ക്കോ. സുഹാസിനി, സുഹാസിനി, സുഹാസിനി. ദാസേട്ടാ, ദാസേട്ടാ. വരണം ഇവിടെ സുഹാസിനി. അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആ കള്ളന്മാരെ പിടിക്കാൻ കഴിയും. ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഇതെല്ലാം നിങ്ങളുടെ പണിയായിരുന്നല്ലേ? അതെ ദാസേട്ടാ, ഞങ്ങളുടെ പണി തന്നെയാ. ഈ ആഭരണങ്ങളില്ലെങ്കിൽ വംശം അന്യം നിന്ന് പോകുന്നു, അടുത്ത തലമുറ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോ തൊട്ട് കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥനയും പൂജയായിട്ട് കഴിയുക. എന്നിട്ടിവിടെ ആഭരണങ്ങളും മോഷ്ടിച്ചെടുത്ത് നിങ്ങൾ എന്നോട് നാടൻ കളിക്കാണോ? അതെ വല്യച്ഛ, എത്ര കാലാന്ന് വെച്ചാ നിങ്ങളുടെ ആജ്ഞയും കേട്ട് നിങ്ങളുടെ അടിമകളെ പോലെ കഴിയുക. അധികാരം ഞങ്ങൾക്കും വേണ്ടേ? ധിക്കാരം പറയുന്നു. മനസ്സിൽ ഈ അത്യാഗ്രഹം കൊണ്ട് നടന്നിട്ടാണോ നീ ഇത്രയും കാലം ഞങ്ങളോടൊപ്പം ജീവിച്ചേ? ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആരോ തന്നെയാ ചെയ്യുന്നതെന്ന് എന്റെ ദേവൻ എന്നോട് പലവട്ടം പറഞ്ഞതാ. അപ്പോഴൊന്നും ഞാൻ ആരെയും സംശയിച്ചില്ല. അത് നീയാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ഇപ്പൊ തന്നെ ദേവനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരുത്താം. നീ എന്തിനാ ഫോൺ ചെയ്യുന്നേ? എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നോ? ദാസേട്ടാ, ഹരിത്, സുഹാസിനി, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. എന്റെ വല്യേട്ടനെ ഒന്നും ചെയ്യരുത്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരല്ലേ? സ്വത്ത് മുഴുവൻ നിങ്ങളിരുന്ന് വിഴുങ്ങും, ഞങ്ങള് പെരുവഴിയിൽ പിച്ചെടുക്കണമല്ലേ? സുഹാസിനി, അരുത്. ഞാൻ പറയുന്ന കേക്ക്, വിട്ടേക്ക്. എടാ വരണേ, ഒന്ന് പറയടാ. പറ, നിന്റെ അമ്മായിയല്ലടാ. സുഹാസിനി, ശാന്തമ്മയൊന്നും ചെയ്യരുത്, അവളെ വിട്ടേക്ക്.
ശാന്തമായി വെറുതെ വിട്. നിന്റെ നാത്തൂനല്ലേ അവള്. അവളെ ഒന്നും ചെയ്യരുത്. ഇത്രയും കാലവും എന്റെ മോനെ നിന്റെ വീട്ടിൽ മുട്ടുകുത്തിച്ച് അടിമപ്പണി ചെയ്യിക്കുമല്ലായിരുന്നോടാ. അതുകൊണ്ട് ഇപ്പൊ നിന്റെ അനുജത്തിക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തണം. മുട്ടുകുത്തടാ വെല്ലിട്ട്. ആ, മുട്ടുകുത്താം. ഞാൻ മുട്ടുകുത്താം. വെല്ലിട്ട, ഇവനെ വെല്ലിട്ട. വൈദേഹിയെ കൊന്നവൻ ഇവന്. എന്റെ ശാന്തമ്മയ്ക്ക് ഇപ്പോഴാ അസുഖമൊക്കെ ഒന്ന് ഭേദമായി വരുന്നത് സുഹാസിനി. ജീവിതത്തിൽ ഇതുവരെ ഒരു സന്തോഷം അവൾ അനുഭവിച്ചിട്ടില്ല. അവളെ വിട്ടേക്ക്, അവളെ വിട്ടേക്ക് സുഹാസിനി. എന്നെ നീ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടിയനെ. ഇനിയിപ്പോ വേറെ വഴിയില്ല വല്യച്ഛ. വേണ്ടടാ, നിന്റെ അമ്മായിയടാ അവള്. അവളെ ഒന്നും ചെയ്യല്ലടാ. വല്യച്ഛനായിരുന്നിട്ടും നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്കിതുപോലുള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല. പക്ഷേ നിന്റെ അനുജത്തിയെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തോളാം. എനിക്ക് അവകാശപ്പെട്ടതല്ല ഞാൻ നിന്നെ ഏൽപ്പിച്ചോളാം. എന്റെ ശാന്തമ്മയെയും ആ ആഭരണങ്ങളും ഇങ്ങ് തന്നേക്ക്. വേറൊന്നും വേണ്ട. ഭഗവാന്റെ ആഭരണങ്ങളാണ് നമ്മുടെ വംശത്തിന്റെ രക്ഷ. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. വരുണേ, നീയും നമ്മുടെ വംശത്തിൽപ്പെട്ടവൻ തന്നെയല്ലേടാ. നിന്റെ ജീവിതത്തിലൊരു നല്ലത് നടക്കണമെങ്കിലും ആഭരണങ്ങൾ ഭഗവാനെ ഏൽപ്പിക്കണം. അങ്ങനെ ശാപമോചനം കിട്ടണം. ഈ ശാപവും പാപവും ഒന്നും എന്നെ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. ഏറ്റവും വലിയ പാപാത്മാവ് ഞാനാ. മനസ്സിലായോ? മനസ്സിലായി. ആഭരണങ്ങൾ ഞാൻ തിരിച്ചു തന്നേക്കാം. പക്ഷേ നിന്റെ അടുത്തുള്ള കോടാനുകോടി സ്വത്തുക്കൾ, ആ പരമ്പരാഗത സമ്പത്ത്, അത് നിന്റെ മുന്നേ അവിടെ ഒളിപ്പിച്ചിരിക്കുക. അത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ രണ്ടുപേരോടൊപ്പം ഞാൻ ആ ആഭരണങ്ങളൊന്ന് തിരിച്ചു തന്നേക്കാം. പെട്ടെന്ന് പറയേ. സമ്പത്തോ? അത് ആ സമ്പത്തിന്റെ കൈവശമില്ലെന്നറിഞ്ഞ ഇവരെന്തും ചെയ്യാൻ മടിക്കില്ല. പറയൂ വല്യച്ഛ. വല്യച്ഛനും വല്യച്ഛന്റെ കുടുംബത്തിനും വേണ്ടി നിലമാളികയെന്ന് കിട്ടിയ ആ കോടാനുകോടി സമ്പത്ത് ദേവൻ എവിടെ ഒളിപ്പിച്ചിരിക്കുക. അത് നിങ്ങൾ എനിക്ക് തന്നാ മതി. നിങ്ങളെ ഞാൻ വിട്ടേക്കാം. ഇനി അറിയില്ലെങ്കിൽ ദേവനോടതെല്ലാം എനിക്ക് തരാൻ പറ. എന്റെ മോൻ പറഞ്ഞത് കേട്ടല്ലോ. ആ സ്വത്ത് മുഴുവനും ഞങ്ങളുടെ കയ്യിൽ തന്നാ ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി പൊക്കോളാം. നിങ്ങളുടെ ഒരു കാര്യത്തിനും വരില്ല. ആ സ്വത്തില്ലെങ്കിലും ദേവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരുത്തണം. പറയദാസ. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എന്റെ ഫോണിങ് തരൂ. ഇപ്പൊ തന്നെ ദേവനെ വിളിച്ചിങ്ങോട്ട് വരുത്താം. നിങ്ങളുടെ ഫോണിൽ നിന്ന് വേണ്ട,
എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. ദേവന് മനസ്സിലാകുന്ന പോലെ കാര്യങ്ങൾ എടുത്തു പറയണം. അമ്പലത്തിലെ നിലമാളികയെന്ന് കിട്ടിയത് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടെ നിന്ന് ജീവനോടെ വിടുകയുള്ളൂ. വിളിച്ച് സംസാരിക്കേ. ഹലോ മോനെ ദേവ. അച്ഛാ, ഞാൻ തന്നെ മോനെ. ഇതാരുടെ നമ്പറാ? അച്ഛനിത് എവിടെന്നാ വിളിക്കുന്നേ? ഭഗവാന്റെ ആഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെയോ? എവിടുന്ന അച്ഛാ? അത് പറയാം, പക്ഷെ അത് നമുക്ക് കിട്ടണമെങ്കിൽ നിലമാളികയിൽ നിന്ന് കിട്ടിയ സമ്പത്തെല്ലാം ഇവർക്ക് കൊടുക്കണമെന്നാ പറയുന്നേ. എന്നാൽ മാത്രമേ ആഭരണങ്ങൾക്കൊപ്പം എന്റെയും നിന്റെ അമ്മായിയും ഇവർ വിടുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ കൊന്നുകളയും മോനെ. നിന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. നീ ആ സമ്പത്തെല്ലാം ഒളിപ്പിച്ചിരിക്കുന്ന അമ്പലത്തിലേക്ക് ചെല്ല്. അതെല്ലാം പുറത്തെടുത്ത് അവിടെ തന്നെ നിൽക്കുന്ന എന്റെ ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിക്ക. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ നിന്റെ അമ്മായിയെ പിന്നെ ജീവനോടെ കാണില്ല. എടാ, നീ ആരാന്ന് പറ. ഞാൻ ആരാന്ന് നീ അറിയണ്ട. പറഞ്ഞതനുസരിക്ക്. നിനക്ക് ഇപ്പോ വേണ്ടത് നിന്റെ അച്ഛൻ, നിന്റെ അമ്മായി, പിന്നെ ആഭരണങ്ങൾ. പക്ഷെ എനിക്ക് വേണ്ടതോ കോടാനുകോടി സമ്പത്ത്. അത് മാത്രം മതി. എടാ വരണേ. വരുണോ? അതാരാടാ? നിന്നെ പോലെ വല്ല പമ്പര വിട്ടിയാണോ? നിന്റെ അതിബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞത് മാത്രം അനുസരിക്ക്. ഹലോ ഹലോ അച്ഛാ. ദേവേട്ടാ, ആഭരണങ്ങള് വരുണിന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ മറ്റാരും എന്തിനാ അച്ഛനെ പിടിച്ച് കെട്ടിയിടുന്നേ? വരുണല്ലേ അത്? അതാ ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്. ഇതാ വരുണിന്റെ പണി തന്നെയാന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷേ പരമ്പരാഗത സമ്പത്ത് ഇല്ലെന്നുള്ള കാര്യം അച്ഛന് നന്നായി അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനായിരിക്കും അച്ഛൻ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞത്? അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കോ? അമ്മേ, ദേവൻ ഇങ്ങോട്ട് തന്നെയാ വരുന്നേ. സമ്പത്തെല്ലാം നമുക്ക് തന്നെ കിട്ടാൻ പോകുന്നേ. എടാ, ഇത് ക്രൂരതയാടാ. നിന്നോട് ദേവനെല്ലാം സമ്മതിച്ചതല്ലേ. ഞാനിവിടെ നിന്നോളാം. നിന്റെ അമ്മായി എങ്കിലും ഇവിടെ നിന്ന് വിട്. തിരക്ക് കാട്ടല്ലോ വലിയച്ഛ. ദൈവം പോയിട്ട് വരട്ടെ. സമ്പത്ത് കയ്യിൽ കിട്ടട്ടെ. രണ്ടുപേരെയും ഒരുമിച്ച് സ്വതന്ത്രരാക്കാം. എന്തു പറയുന്നു? ഇപ്പൊ എന്താ ചെയ്യാ ദേവ? എങ്ങോട്ടേക്കാ പോവാ? അമ്പലത്തിലേക്കോ വരുണിന്റെ അടുത്തേക്കോ? അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ ഒരു കുന്തോ ഇരിപ്പില്ലല്ലോ. ചെന്നാൽ നമ്മൾ അവരുടെ കയ്യിലാകപ്പെടും. എനിക്കിപ്പോഴും ആ വരുണിന് തന്നെ സംശയം. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ ആഭരണങ്ങൾക്കൊപ്പം അച്ഛനെയും അമ്മായിയെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഏതായാലും നമുക്ക് ആദ്യം അങ്ങോട്ട് വിടാം. ദേവൻ കുറച്ചു നേരത്തിനുള്ളിൽ അമ്പലത്തിനടുത്തെത്തും. അവൻ അവിടെ നിന്ന് സമ്പത്തെല്ലാം പുറത്തെടുത്ത് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഓക്കേട്ടാ. സമ്പത്ത് കണ്ടതും ഒരുത്തിന്റെയും കണ്ണ് മഞ്ഞളിക്കരുത്. ആർക്കും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അറിയാലോ അത്. എന്തായാലും ദേവൻ അവിടെ എത്തുമ്പോഴേക്കും ഞാനും അവിടെ എത്തും. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. അത് തീർത്തിട്ട് വന്നേക്കാം. നിങ്ങൾ ചെല്ല്. ശരിയേട്ടാ. ഡാ, നമ്മുടെ വണ്ടി വേണ്ട. പുറത്ത് വല്യച്ഛന്റെ വണ്ടിയുണ്ട്. നല്ല കാറാ. അതെടുത്തോണ്ട് ചെല്ല്. ഓക്കേട്ടാ.
എന്റെ മോർണിംഗ് എത്തിയടാ. എടാ വരണേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാ തുറന്ന കഴുത്ത് ഞാൻ ഇറക്കും. നോക്ക് ദേവാ, ഇത് പൂട്ടിയേക്കാണല്ലോ. ഇതിന്റെ അകത്താരെങ്കിലും ഉണ്ടെങ്കിലോ? അകത്താരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരാ താഴോട്ട് പൂട്ടുക? എന്തായാലും കൊള്ളാം, ഇതൊന്ന് തുറന്നു നോക്കിയേക്കാം. ദേവാ, ഒരു വാക്ക് പുറത്തു വന്നാ പിന്നെ ഇവിടെ കഴുത്തുണ്ടാവില്ല. നമുക്കിത് തല്ലിപ്പൊളിക്കാം. ഏതെങ്കിലും കല്ല് കിട്ടും നോക്കിയ മഹേന്ദ്ര. നിക്ക് മഹേന്ദ്ര, അവൻ ഇവിടെ ഇല്ല. വാ തുറന്ന ഇവിടെ ഞാൻ കൊന്നുകളെ. മിണ്ടാതവിടെ നിന്നോണം, കേട്ടല്ലോ? ആ ട്രാക്കർ മൂവ് ചെയ്യുന്നുണ്ട്. അവര് പുറത്ത് തന്നെയുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ തന്നെയാ. അവിടെ നിന്നേ. ആരാ നിങ്ങള്? ഞാനൊരു പിച്ചക്കാരനാ. രാത്രിയാകുമ്പോ ഇവിടെ വന്ന് കിടക്കും. ആ ട്രാക്കർ എന്താ ഇവന്റെ അടുത്ത് കാണിക്കുന്നേ? ഫോണോടെ, ഫോൺ എടുക്കാൻ. നോക്ക് ദേവാ, ഈ ഫോൺ തനിക്ക് എവിടെന്നാ കിട്ടിയത്? ആരെ തന്നേ? അത് കാലിന് വയ്യാത്ത ഒരാളിപ്പം നടന്നു പോകുന്നുണ്ടായി. അയാള് ഫോൺ അവിടെ ഇട്ടേച്ചു പോയി. അത് ഞാനിങ്ങെടുത്തതാ. വേണമെങ്കിൽ അതെടുത്തിട്ട് പൈസ തന്നാ മതി. എടാ, മര്യാദയ്ക്ക് സത്യം പറ, ആരാ നിനക്ക് തന്നേന്ന്? ഇവിടേക്ക് ആരും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് സത്യ. എനിക്കിത് താഴേന്ന് കിട്ടിയതാ. ഇനിയിപ്പോ എന്താ ചെയ്യ ദേവേട്ടാ? വരണപ്പ എവിടെയുണ്ടാവും? അമ്മയും അച്ഛനും എവിടെയാണാവോ? ഇയാൾ ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? ആ വരുണിന് ഇവിടേക്ക് വന്നില്ലായിരിക്കോ? ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? വരുൺ എവിടെയാണെന്ന് നമ്മൾ ഇനി എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് നോക്കാം. നീ വാ ദേവാ. വേണ്ട മഹേന്ദ്ര, എന്തുകൊണ്ടാണെന്നറിയില്ല എന്റെ മനസ്സിവിടുന്ന് മാറാനേ സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടാതിരിക്കില്ല. അതുവരെ ഇവിടെ നിൽക്കാം. അമ്മേ,
അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവര് പോയോ? ഇല്ല സാറേ, ഇവിടെ തന്നെ ഉണ്ട്. അവരിപ്പോഴൊന്നും പോകും തോന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ എന്നെ പറഞ്ഞയക്ക്. ശരി, അവനെ പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ നോക്കിക്കോളാം. എടാ, ഞങ്ങളെ വിട്ടേക്കടാ. വിടാൻ വല്യച്ഛ. ഒരു കാര്യം ചെയ്. ഇപ്പൊ വല്യച്ഛന്റെ ഫോണിൽ നിന്ന്